ഞങ്ങൾ അകത്തേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലുമായി അലങ്കൃത ദീപങ്ങൾ തെളിയിച്ചു വെച്ചിരുന്നു. എടുത്ത് മാറ്റ ചെറുക എന്റെ പാർക്കിംഗ്. ഹലോ ഹലോ, അപ്പോൾ SM ട്രാവൽ സ്റ്റോറീസിന്റെ മറ്റൊരു പുതുവത്തിന്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്, ഞങ്ങൾ ദുബായിൽ ട്രിപ്പ് വരുന്നത്. ആക്ച്വലി ട്രിപ്പ് സർപ്രൈസ് ട്രിപ്പാണ്, അത് വേറെ കാര്യം, അത് നിങ്ങൾക്ക് അറിയായിരിക്കില്ല. അപ്പോൾ നമ്മൾ ദുബായിക്ക് പോവുകയാണെന്ന് പറയുമ്പോഴേ തന്നെ ആൾക്കാർ ചോദിക്കുന്ന, അല്ലെങ്കിൽ ദുബായിലാണെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ച ഒരു സാധനമാണ്. അത് ഓപ്പണായോ, അത് കണ്ടോ, അതെപ്പോഴാണ് പോകുന്നത്, അങ്ങോട്ട് പോകുന്നില്ലേ, അങ്ങനെ ചോദിച്ചൊരു സ്ഥലം. അതെവിടെയാ ചേട്ടാ? അത് ഞാൻ എന്തായാലും പറയുന്നില്ല, കാണിച്ചു തരാം. ഊഹിച്ചെടുത്തു. ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എവിടെയാന്ന്. അതെ, നമ്മൾ നിൽക്കുന്നത് ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യാനായിട്ട് എത്തിയേക്കാണ്. സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഇവിടെ കയറുന്നത്. രാത്രി 1 മണി വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച് വരാം. എനിക്കൊരു വെടിക്കെട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ അതൊന്നും അങ്ങനെ കാണാൻ നിന്നില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, രാവിലെ നമ്മൾ വേറെ കറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ നക്ഷു ബേബി ഉറങ്ങുവാണ്. സോളറയിലുണ്ട്. ഞാൻ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ഉണർന്നു കഴിയുമ്പോൾ ഇതൊക്കെ കണ്ട് ബഹളം വയ്ക്കാതെ കൂടെ നിൽക്കുമെന്നാണ് വിശ്വാസം. അതെന്താവും എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കോപ്പി, മറ്റേ നമ്മുടെ ലണ്ടൻ ബ്ലോക്ക്, ചൈന ടൗണിൻ്റെ ഭാഗം കൂട്ടത്തൊരു സ്ഥലം. കയറി വന്നപ്പോൾ തന്നെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. എല്ലാം ഇത് പിസാ ഗോപുരത്തിൻ്റെ, ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ മേൽഭാഗം മാത്രം. ഇത് ലണ്ടനിലെ ക്ലോക്ക് ടവർ. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ സെറ്റപ്പ്. അത് ഏത് രാജ്യത്തിൻ്റെ അതൊന്നും നമുക്കറിയത്തില്ല. ഇനി അത് നീ പറഞ്ഞു, ഇത് അവിടെ വരുന്നത്. കുവൈറ്റ്, യമൻ, ബഹ്റൈൻ, ഈജിപ്ത്, അപ്പുറത്തേക്കുള്ളതൊന്നും കാണത്തില്ല. അങ്ങോട്ട് ചെല്ലുന്തോറും കാണിച്ചു തരാം. ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് തായ്ലൻഡ് സ്റ്റൈലിൽ. പിന്നെ അവിടെ ടർക്കി, പിന്നെ പാകിസ്ഥാൻ, കുവൈറ്റ്, യമൻ, ബഹ്റൈൻ, ഈജിപ്ത്, മൊറോക്കോ, പിന്നെ ഏതാ, അത്ര എനിക്ക് വായിക്കാൻ പറ്റുന്നു. ഇന്ത്യ അങ്ങേറ്റത്ത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുന്നത് ആക്ച്വലി ഇത് ഞങ്ങൾ ഓൾറെഡി നേരിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. ഇത് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ പോയിട്ടുള്ള സംഭവം തന്നെയാണ്. തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണിത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അല്ലേ? വെള്ളത്തിലാണ് ഈ പറയുന്ന കച്ചവടങ്ങളെല്ലാം വെച്ചേക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളത് തായ്ലൻഡ് പോയപ്പോഴത്തേക്കിനൊക്കെ അല്ല.
ഇത് ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞാൽ തായ്ലൻഡാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് കൂടുതലും കാണാൻ ജാപ്പനീസ് ഉണ്ട്, തായ് ഉണ്ട്, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇത് ജാപ്പനീസാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിൻ്റെ സ്ട്രീറ്റിലേക്കാണ് വന്നത്. കുവൈറ്റിൻ്റെ സ്ട്രീറ്റിൻ്റെ ഉള്ളിലാണ് വന്നത്. ഇവിടെ കൂടുതലും പെർഫ്യൂംസ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കാണുന്നത്. നല്ല പെർഫ്യൂമിൻ്റെ മണം വരുന്നുണ്ട് അല്ലേ? ഹൊറർ പുസ്തകങ്ങളാണോ? നല്ല പെർഫ്യൂമിൻ്റെ ഏരിയ, നല്ല സ്മെല്ലാണ് ഇവിടെ. ഡ്രസ്സുണ്ട്, അടിപൊളി ഡ്രസ്സുകളാണ്. മാളിലോട്ട് ഡ്രസ്സൊക്കെ പറയുമോ? ഞാൻ പിന്നെ പണ്ട് തൊട്ടേ ഡ്രസ്സാണ് എൻ്റെ വീക്ക്നെസ്. കണ്ടോ അമ്മ എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിങ്ങനെ വേണ്ട പോടും കൊള്ളാം വരും. അതെ മാഡം ചെല്ലു. ഒട്ടിക്കത്തെ വിലയാന്ന് തോന്നുന്നു. നമ്മൾ വിലയൊന്നും ചോദിക്കുന്നില്ല, നമ്മളിങ്ങനെ കണ്ട് പോവാണ്. ചെരുപ്പിൻ്റെ കളക്ഷനാണ്. ഇതൊക്കെ എന്ത് രസമാണ്. അത് സാരിയില്ല, നമ്മളിട്ടാ പൊളിക്കും. നല്ല പെർഫ്യൂമായിരുന്നു കേട്ടോ. ഞങ്ങൾ പെർഫ്യൂമിൻ്റെ ഒരു സാമ്പിൾ അടിച്ച് നോക്കി. പെർഫ്യൂമിൻ്റെ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത വേണം. 200 ദിവസമാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ 14,000 രൂപ വരും. ഒരു രക്ഷയില്ല. അടുത്ത് യമൻ്റെ പവനിലേക്ക് കയറുക. യമൻ്റെ പവനിൽ ഇച്ചിരി കൂടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ൂപ്പിൻ്റെതല്ലേ? ഹണി അതെന്താണ് അമ്മേ? തേനതേ യമൻ
കത്തിയും വാളുകളും കേരള മലയാളം പറയുന്നത് ബഹറിൻ്റെ അകത്ത് തന്നെ ഉള്ളത് നോക്കാം. ഇവിടെ ഉണ്ട് ഡ്രസ്സ്. നീ മേടിക്കേ നിന്റെ നോക്കണം നോക്ക് എന്റെ ഡ്രസ് മേടിക്കേ. നമുക്ക് USA ഒക്കെ കയറും. അവിടെ USA എഴുതിയിട്ടുണ്ടായിരുന്നു. USA കാണത്തില്ലേ? ഡ്രസ്സ് തൊട്ടാൻ ഉള്ള കാര്യമായിരിക്കും നോക്കാം. ആ ബഹ്റിൻ്റെ സ്റ്റാളിൽ കണ്ടതാണ്. കുറേ ക്രിസ്റ്റലിനകത്ത് പെട്ട സാധനം. പിന്നെ അവിടെ കുറച്ച് മോതിരമൊക്കെ ഉണ്ട്. ആ മോതിരത്തിനെല്ലാം വെറും 10 dirhams. അപ്പോൾ ഇനി കയറാൻ പോകുന്ന പവലിയൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കയറുന്നതാണ് നമ്മുടെ ഈജിപ്തിൻ്റെ പവലിയൻ. ഈജിപ്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ച തന്നെ അടിപൊളിയാണ്. അതിൻ്റെ ഡിസൈനും ഒരു മമ്മിയുടെ ഒരു തലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നോക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും കുറേ കരകൗശല വസ്തുക്കളും ഒരു സൈഡ് ഫുള്ള് ഡ്രസ്സ് ആണ്. പിന്നെ ആകെ വ്യത്യാസം ഉണ്ടായിരുന്ന കരകൗശല വസ്തുക്കളിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് മമ്മിയുടെ രൂപങ്ങളും കുറച്ച് ഒരു ഗോൾഡൻ കളറിലൊക്കെ ഉള്ള സാധനങ്ങൾ, കുറേ സാധനങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ കണ്ടു. ഇത്രയും നേരം കയറിയ അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത് തോന്നി. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഏകദേശം കോമൺ ആയിട്ട് പ്രത്യേകിച്ച് ഭയങ്കര പ്രത്യേകതകളൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ കുറച്ച് ഈ പറഞ്ഞ കൂട്ട് അടിപൊളി കരകൗശല വസ്തുക്കൾ കുറേ ഉണ്ട്. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പിരമിഡിൻ്റെയൊക്കെ ചെറിയ മോഡലും പിന്നെ കുറേ ക്ലേയുടെയൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടത് ഈ മമ്മിയുടെയൊക്കെ ഒരു രൂപങ്ങളൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന കാണാം. ഭയങ്കര രസമുള്ളതാണ്. ഭയങ്കര മറ്റേ നമ്മൾ മമ്മി സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ള കുറേ രൂപങ്ങൾ, പിരമിഡിൻ്റെ ചെറിയ മോഡലുകൾ, കുറേ അവിടുത്തെ എനിക്ക് ദൈവങ്ങളുടെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കുറേ രൂപങ്ങളുണ്ട്. മാളും ഇത് കണ്ടപ്പോൾ ആദ്യം പറയാം നമുക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് പോയി വീട്ടിൽ വെച്ചാൽ നമുക്ക് എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈജിപ്തിൽ പോയതാണെന്ന് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും ഈജിപ്തിൽ പോയിട്ട് മാത്രം നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. അല്ല കാശില്ലാതെ അല്ല, ഞങ്ങൾ എന്തായാലും അവിടെ നിന്നൊന്നും മേടിക്കാൻ നിന്നില്ല. ഈജിപ്തിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാനുള്ളൊരു പ്ലാനിട്ട് അങ്ങ് ഇറങ്ങുവാണ്. ഇനി മൊറോക്കോ. മൊറോക്കോയുടെ സ്റ്റാളിൽ തന്നെ ഉള്ളത് നോക്കാം. മൊറോക്കോയിൽ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ സൈലൻ്റ് ആയി കേട്ടോ. സൗണ്ടൊന്നുമില്ല. അപ്പുറത്തൊക്കെ പാട്ട്, ബഹളം, പൊട്ട്, ആൾക്കാരെ വിളിച്ച് കയറ്റൽ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊറോക്കോയുടെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഡ്രസ്സുകളാണ് കൂടുതലും. കുവൈറ്റ്, ബഹ്റിനൊക്കെ ആദ്യം കയറിയപ്പോൾ കണ്ടല്ലോ, അവിടെ മുഴുവൻ കൂടുതലും പെർഫ്യൂംസ്, പിന്നെ കുറച്ച് തേയില, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡ്രസ്സുകളാണ്, ഡ്രസ്സിൻ്റെ സ്റ്റാളുകളാണ്.
മൊറോക്കോ ഇച്ചിരിയും കൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ ആരും സെയിൽസിൽ ആരും നമ്മളെ വിളിച്ചു തരുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നു. നമ്മൾ ചോദിച്ചാൽ മാത്രം നമ്മളോട് വില പറയുന്നു. അല്ലെങ്കിൽ പെർഫ്യൂംസിൻ്റെ അതിപ്രസരമൊന്നും ഇവിടെ ഇല്ല, അത് വിളിച്ചു തരുന്നില്ല, ഒന്നുമില്ല. നല്ല രസമുണ്ടാകും. ഇത് KSA കിങ്ഡം ഓഫ് സൗദി അറേബ്യ, സൗദിയുടെ ഇതാണ്. സൗദിയുടെ സ്റ്റാളിൽ ജസ്റ്റ് വേണമെന്ന് കയറിയേക്കാം അല്ലേ. സൗദി അറേബ്യയുടെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല പെർഫ്യൂമിൻ്റെ മണമുണ്ട് എല്ലായിടത്തും. എനിക്ക് അറേബ്യൻ രാജ്യങ്ങൾക്കകത്ത് വരുമ്പോഴത്തേക്ക് അത്തർ, ഊത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി വിൽക്കുന്ന കടകളുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആകെ ഡ്രസ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞുകൊണ്ട് പർദ്ദ കൂട്ടുന്ന ഡ്രസ്സുകളാണ് കൂടുതലും ഉള്ളത്. അല്ലാതെ ഉള്ള ഡ്രസ്സുകളുണ്ടെങ്കിലും മിക്കവാറും എല്ലാം ഒരു ഫുൾ സ്ലീവ് ടൈപ്പ് അല്ലെങ്കിൽ ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സുകളാണ് ലേഡീസിനുള്ളത്. പിന്നെ ഇവിടെ കുറേ ഈ പറഞ്ഞ അത്തർ, പെർഫ്യൂംസ് അങ്ങനത്തെ ഷോപ്പുകളാണ് കൂടുതലുള്ളത്. ഇതിൻ്റെ അകത്ത് ആകപ്പാട് ഒരു സ്മെല്ലെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്മെല്ലിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പ്രൗഡ്, നമ്മുടെ പ്രൗഡ് ഭയങ്കര ഒരു ഭയങ്കര വലിയൊരു കൊട്ടാരത്തിലേക്ക്. ഏതായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളത് നോക്കാം. മലയാളികളുടെ വല്ല കടയോ ഇതുണ്ടോ നോക്കാം അല്ലേ. നോക്കാമല്ലോ. നമ്മളല്ല ഇന്ത്യയുടെ ഭാഗത്ത് നല്ല തുണികളുടെ കടകളും അത്തറുകളും ഒക്കെയാണ് നമ്മുടെ ഇവിടെയും കാണുന്നത്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മാത്രം കണ്ട സാധനമാണ് 5 ദിവസത്തിന് കമ്മലുകളും കാര്യങ്ങളും. ബാക്കിയൊക്കെത്തൊന്നും ഈ 5ലേക്കും അപ്പുറത്ത് 2ൻ്റെ കണ്ട് അവിടെ കണ്ടു. 2ഉം 5ഉം ഒക്കെ കാണുന്നത് ഇന്ത്യൻ നമ്മുടെ ഈ ഭവനിലേക്ക് വരുമ്പോൾ. ബാക്കിയുള്ളടത്തൊക്കെ ഏറ്റവും മിനിമം ഒരു 10 ദിവസത്തിൻ്റെ സാധനങ്ങളാണ് സ്റ്റാർട്ടിങ് ഉള്ളതല്ല. ഈ ഒരു സ്റ്റാൾ കണ്ടോ സൈഡിലുള്ള, ഇത് ഈ മുടിയൊക്കെ വളരുന്നതിന് വേണ്ടിയുള്ള ഓയിൽ വിൽക്കുന്നത്. നമ്മളിങ്ങനെ പരസ്യങ്ങളുടെ അകത്തൊക്കെ ഒത്തിരി കാണുന്ന അവരുടെ ഒരു 2 സ്റ്റാൾ ഇതിൻ്റെ അകത്ത് കണ്ടു കേട്ടോ. ഈ ആദിവാസി ഓയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പേരിൽ ട്രൈബൽ ഓയിലോ അങ്ങനെ കണ്ടൊരു പറഞ്ഞിട്ടൊരു ഓയിലിൻ്റെ ഒരു പരസ്യം നമ്മളിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. അത്തരം ഓയിലിൻ്റെ കുറച്ച് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിൽ തന്നെ തുണിക്കടകളൊക്കെ കൂട്ട് തന്നെ പ്രത്യേകിച്ച് വെറൈറ്റികളൊന്നും തോന്നുന്നില്ല. കുറേ തുണിക്കടകളൊക്കെ ഉണ്ട്. എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മാളും മറ്റു രേവതിയും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുണിയിലൊക്കെ പോയി നോക്കുന്നൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ പൗലിൻ്റെ അകത്തൂടെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇപ്പം നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന്. ഇത് ഇറാൻ്റെ പൗലിയനാണ്. അപ്പോൾ നമ്മൾ ഇറാൻ്റെ അകത്താണ്. കയറില്ല, എല്ലാം കയറി. ഇന്ത്യ അപ്പുറത്തല്ല. ഇറാനിൽ വന്ന് വരുമ്പോൾ കുറേ കാർപ്പറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെയുള്ള എനിക്കൊന്ന് എല്ലായിടത്തും സെയിം ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം അല്ലേ. ഞങ്ങൾക്കൊന്നും വാങ്ങാൻ ഉദ്ദേശമില്ല. ഞങ്ങളിങ്ങനെ കണ്ടു പോകുന്നവർക്ക് ഇതെല്ലാം സെയിം. അങ്ങനെയല്ല, നമ്മൾ നിന്ന് നോക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ സമയമെടുത്ത് അങ്ങനെ നോക്കിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ വെറൈറ്റി കാണാൻ പറ്റുമായിരിക്കും. ഓരോ രാജ്യത്തു നിന്നുള്ള കുറച്ച് പൗലിയിൽ നിന്ന് അവരുടെ സ്പെഷ്യൽ എന്ന് കരുതുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് തന്നെ അറിയത്തില്ല. അത് തന്നെയാണ് അവിടുത്തെ സ്പെഷ്യൽ, അതോ അവർ സെയിലിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണോന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഉള്ളത് പരിപാടി കഴിഞ്ഞ
കേട്ടോ. എല്ലാ പവലിൻ്റെ അത് ഇതുകൊണ്ടൊരു ഒരു സ്റ്റേജ് ഉണ്ടാവും അവിടുത്തെ രാജ്യത്തിൻ്റെ ഷോ നടത്താനായിട്ടുള്ള. പക്ഷെ എല്ലാം കഴിഞ്ഞു പോയി നമ്മൾ. ഇറാൻ്റെ മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവൊക്കെ കേട്ടോ. കുങ്കുമപ്പൂവൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടും അല്ലേ? കുങ്കുമപ്പൂ, ബസുമതി റൈസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്ലവേഴ്സ്. നല്ല മണം ഡ്രൈഡ് സാധനങ്ങൾ, ഡ്രൈഡ് ഫ്ലവറും കാര്യങ്ങളും അതിൻ്റെയൊക്കെ മണമാണ്. പിന്നെ കുറച്ച് ഡ്രൈഡ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് പറ്റുന്നതല്ല. പക്ഷെ അടിപൊളി ഫ്ലേവറാണ്, നല്ല മണം. സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം വരുന്ന അവിടെ അല്ലേ? എല്ലാം കൂടെ കൂടി ഒരു നല്ല മണം. സുഗന്ധവ്യഞ്ജനങ്ങൾ പെർഫ്യൂമിനൊക്കെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ മണം. പെർഫ്യൂം സ്റ്റോറിൻ്റെ അടുത്തോടെ വരുമ്പോഴത്തേക്കും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഒരു വിധത്തിലാണ് പിടിച്ച് തള്ളി പോകുന്നത്. അതിനെ പുറകിൽ കുട്ടിപ്പിശാസുണ്ട്. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പുറകിൽ കുട്ടിപ്പിശാസുണ്ട്. അപ്പോൾ ഇറാൻ്റെ സ്റ്റോർ ഇതാണ്, ഇറാൻ്റെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇന്ത്യ കഴിഞ്ഞ ഒരു മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ചൈനയുടെ ആണെന്ന് തോന്നുന്നു പവലിയൻ. കാരണം ചൈനയുടെ പവലിയൻ ഭയങ്കര വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം സാധനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ കാണുന്നതിനേക്കാളുമൊക്കെ തിങ്ങി നിറഞ്ഞ സാധനങ്ങൾ ഇരിക്കുന്ന ഇവിടെയാണ്. ചൈനയ്ക്കകത്താണ്, ചൈനയുടെ മാർക്കറ്റിനുള്ളിലൂടെയാണ്. ചൈനയുടെ അതും കാണാൻ രസമുണ്ട് കേട്ടോ. മറ്റുള്ളതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ഡ്രസ്സിനും പെർഫ്യൂംസിനും ഒക്കെയാണ് ബാധ്യത കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ കൊടുത്തിരുന്നത്, ഇവിടെ ചൈന വരുമ്പോഴത്തേക്കും കാണിച്ചിരുന്നത് ഫുള്ള് വെറൈറ്റി ഐറ്റംസ്, ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് അടക്കമുള്ള ചോക്ലേറ്റ്സ്, മാച്ചോസ്, ടോയ്സ്. ചൈനയുടെ പവലിയനിലേക്ക് കയറിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ലുക്ക് മാറുന്ന നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റും. പല സ്ഥലത്തും നമ്മളിപ്പം നേരത്തെ ഒരു മാളിലാണെങ്കിലും കണ്ടാണ് റെഡ് കളറിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു റൂഫിങ്ങും അതിൻ്റെ ഫ്ലോറിങ്ങും ഒക്കെ മാറുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം ഒരു നമ്മുടെ ചൈനീസ് പ്രോഡക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന സാധനങ്ങളാണ്. എനിക്ക് കുറേ വിലക്കുറവിൽ ടോയ്സ് ഉണ്ട്, കുറേ ക്ലോത്ത്സ് ഉണ്ട്, കുറേ പേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളിവിടെ ഉണ്ട്. നെക്സ്റ്റ് ചെയ്യേണ്ട അവിടെ സുഖമായിട്ട് സ്ക്രോളർ ചെയ്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുന്നു. ഇവിടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാൻ കിട്ടും. മറ്റിടങ്ങളിലൊക്കെ ഡ്രസ്സുകൾ മാത്രമുള്ളെങ്കിൽ ഇവിടെ കുറച്ചും കൂടെയൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ചൈനയുടെ സ്റ്റോറിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ആട്ടോ, ഇത് ഇച്ചിരി വെറൈറ്റിയാണ്. പിന്നെ ഒരുപാട് തിങ്ങി നിറഞ്ഞ കൂട്ട് തന്നെ ഇതിനകത്ത് സ്റ്റോറുകളുണ്ട്, കുറേ ഷോപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇവിടെ കുറേ ഡ്രസ്സിൻ്റെ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. എന്തായാലും ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇറങ്ങാൻ ഒത്തിരി ലേറ്റായി. ഇനിയിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇറങ്ങാമെന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ സമയം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചൈനയ്ക്കകത്തൂടെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ കുറച്ചും കൂടെ വിലക്കുറവും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് കുറേ ടോയ്സ് ഉണ്ട്, ഡ്രസ്സുണ്ട്, കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കണ്ട. കോസ്മെറ്റിക്സ് ഉണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്, സമയം ഇപ്പോൾ പോകൊണ്ടേ ഇരിക്കുക. നമ്മളിപ്പം കയറിയ സമയം നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ 12 മണിയായി. 12 മണി. ഈ സംഭവം ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഇതിലെല്ലാ സ്റ്റോറിലും കയറി ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ അത്രയും ക്ഷമയുള്ളവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ ഞങ്ങൾ മടുത്തു. കുഞ്ഞാത്തിയും കൂടെ ഉള്ളതുകൊണ്ട് അവളാകെ മടുത്തു, ഞങ്ങളും മടുത്തു. സമയം ഇപ്പം എത്രയാ, 12:30 ഞങ്ങളെല്ലാവരും ആകെ ടയേർഡായി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സ്റ്റോറിലും ഒന്നും കയറിയില്ല. അതേ ജപ്പാൻ്റെ സ്റ്റോറും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നു. ഞങ്ങൾ ജപ്പാനൊന്നും കയറിയിട്ടില്ല. ഞങ്ങളിനി ആഫ്രിക്ക കയറണം, ഏട്ടൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് ആഫ്രിക്ക ലക്ഷ്യമാക്കി നടക്കുകയാണ്.
അപ്പോൾ അതുവരെയുള്ള പുറം കാഴ്ചകൾ കാണിച്ചു തരാം. മാള് പറഞ്ഞിട്ട് എല്ലായിടത്തും കയറാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചില ഇടങ്ങളിലൊക്കെ കയറി പോവുകയാണ്. അതും പലതും ഓടിയൊക്കെയാണ് കയറി പോണേ. ജപ്പാൻ്റെ സ്ട്രീറ്റാണ്. ജപ്പാൻ ഇപ്പുറത്ത് നമ്മുടെ ഏഷ്യയുടെ എല്ലാം കൂടെ കണ്ടിട്ടാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ കാണുന്നത് ജപ്പാൻ്റെ ഐറ്റംസാണ്. അതുകൊണ്ട് സാമുറായി വാളൊക്കെ ഉണ്ട് സാമുറായിന്. അതുകൊണ്ട് തന്നെ കുറേ പാവകളും പിന്നെ ടീഷർട്ട്സൊക്കെ ഇല്ലേ. എനിക്ക് പിന്നെ മറ്റേ ക്യാരക്ടേഴ്സ് ഒന്നും അറിയത്തില്ല, ആനിമയുടെ ഒന്നും ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ജാപ്പനീസ് ഫുഡ് അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ജപ്പാൻ്റെ മാത്രമായിട്ടുള്ളതല്ല, ഏഷ്യയുടെ എല്ലാം കൂടെ കൂടിയാണ്. പക്ഷേ ഈ ഒരു ഭാഗം ജപ്പാന് വേണ്ടി മാത്രം കൊടുത്തേക്കുന്ന കൂട്ടുള്ള രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് അമേരിക്കയുടെ പവലിയനാണ്. നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ പക്ഷേ വലിയ വെറൈറ്റീസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ കയറിയില്ല. കൊറിയൻ്റെ ആയിരുന്നു, പക്ഷെ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയമില്ല. ഇപ്പോൾ അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഈ സൈഡിലൂടെ മാത്രം കടന്നു പോവാം. ഇത് അറിയാമല്ലോ, ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പം ഏറ്റവും വലിയൊരു പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങേയറ്റത്താണ് ബാക്കി കുറേ രാജ്യങ്ങളിൽ വരുന്നത്. അതായത് ഈ ഒരു വലിയൊരു ഫുള്ളായിട്ട് തുറന്ന് കിടക്കുന്ന ഇത്രയും ഒരു മൈതാനം കൂട്ടത്തെ ഭാഗം കിടന്നിട്ട് നമ്മൾ അപ്പുറം സൈഡിൽ ചെല്ലണം. ആ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി അവിടെ ബാക്കി, അതായത് ശ്രീലങ്ക, പാകിസ്ഥാൻ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലെ ആ സൈഡാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്കിനി പോകാനായിട്ടൊരു പ്ലാനില്ല. കാരണം ഇപ്പം തന്നെ ഇവിടെ 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടങ്ങി. ഇപ്പോൾ 12:40 ആയിട്ടുണ്ട് സമയം നമ്മുടെ കയ്യിൽ. അപ്പോൾ അമേരിക്കയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തി. ലിബർട്ടി സ്റ്റാച്ചു ഉണ്ട്. പിന്നെ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വിടുകയാണ്. ആഗ്രഹമുള്ളത് ആഫ്രിക്കയിൽ കയറണം എന്നുള്ളതാണ്. അപ്പോൾ ആഫ്രിക്കയുടെ കാഴ്ച ഇവിടെ കാണിച്ചു തരാം. ഇനി സമയമുണ്ടെങ്കിൽ റഷ്യയും കാണിച്ചു തരാം. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ ഇനി കയറാൻ പോകുന്നത് ആഫ്രിക്കയുടെ പവലിയനിലോട്ടാണ്. കുറേ പവലിയൻ കണ്ട് ഫൈനലി ഞങ്ങൾ അടുത്ത ഇനി ആഫ്രിക്കയുടെ പവലിയനിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണാനായിട്ട് പോവാണ്. ആഫ്രിക്കയുടെ കുറച്ച് എക്സൈറ്റഡ് ആണ്. കാരണം പുറമേ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ കാര്യമായിട്ടൊക്കെ അകത്തുള്ള പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. അകത്തേക്ക് വന്നപ്പോഴത്തേക്കിനും പറഞ്ഞ പോലെ തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു തുടക്കം തൊട്ടേ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഡ്രസ്സുകളാണേലും സാധനങ്ങളാണേലും എല്ലാത്തിനും ഭയങ്കര ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ സ്റ്റോറിൽ ചെല്ലുമ്പോഴേ കണ്ടോ, ഇത് ഒരു തുടക്കം മാത്രമാണ്. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ പല സ്റ്റോറുകളിലും ഞങ്ങളോട് വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നൊരു മെയിൻ സാധനമായിരുന്നു ഷിയ ബട്ടർ. കാണുന്നവരെല്ലാവരും ഓരോ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴും നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നവർ ചോദിക്കുന്ന സെയിം സാധനമാണ് ഷിയ ബട്ടർ. പക്ഷെ അന്ന് ഞങ്ങൾക്കത് എന്താണെന്നോ അതിൻ്റെ പ്രാധാന്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ ഒക്കെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഷിയ ബട്ടർ എന്ന് പറയുന്നത് മോയ്സ്ചറൈസറായിട്ടൊക്കെ യൂസ് ചെയ്ത് നാച്ചുറലി കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അതാണ് നമ്മളോട് എല്ലാ സ്റ്റോറിലും അവർ ചോദിക്കുന്നത്. പിന്നെ ആഫ്രിക്കയിൽ അവരുടെ പവലിയനിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ കരകൗശലം, ഈ വീടൊക്കെ നമുക്ക് ഡെക്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു സ്റ്റോറിൽ നിന്ന് മീൻസ് ഒരു പവലിയനിൽ നിന്ന് തന്നെ ഒന്നും തന്നെ വാങ്ങിയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കണ്ട് നടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ അവർ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. കരകൗശല വസ്തു ആഫ്രിക്കയുടെ. അവിടുത്തെ ഡ്രംസും നൈസായിരുന്നു കേട്ടോ.
ഇങ്ങനെ കുറേ വെറൈറ്റീസ് സാധനങ്ങളുള്ള സാധനങ്ങൾ ഇവിടെയാണ്. നമ്മൾ കണ്ടതിൻ്റെ അത് കുറേ വെറൈറ്റി വരുന്നത് ഈ പറഞ്ഞോട്ട് എനിക്ക് തോന്നുന്ന അറബ് രാജ്യങ്ങളിലെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ വരുമ്പോൾ അതിൻ്റെ അതിനേക്കാളും വെറൈറ്റികളൊക്കെ ഇവിടെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറേ കരകൗശല ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഷിയ ബട്ടർ കേട്ടില്ല. ഉള്ള സ്റ്റോറിലെല്ലാവരും ചോദിച്ചു ഷിയ ബട്ടർ ചോദിച്ചവർ. ഇത് റഷ്യയുടെ പവലിയനാണ്. റഷ്യയുടെ പവലിയൻ എതിരെ കയറി എങ്ങനെ ഇറങ്ങുക? റഷ്യയുടെ കുറച്ചും കൂടെ വിശാലമായിട്ടിട്ടിട്ടുണ്ട്. പക്ഷേ അധികം വലിയ വ്യത്യാസമുള്ള സാധനങ്ങൾ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് മോസ്കോയുടെ ആ ഒരു മകുടത്തിൻ്റെ ഇതും ഫോട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഹോ, അങ്ങനെ ഫൈനലി ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകൾ തീരുന്നില്ല. പക്ഷേ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സമയം 1 മണിയായി. വെളുപ്പിന് 1 മണി. എല്ലായിടും ക്ലോസ് ചെയ്യുവാണ്. ഇത് മുഴുവൻ സ്റ്റോളും കണ്ടു തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഞങ്ങൾ കുറേയൊക്കെ കയറി കിടന്ന് കണ്ടു. എന്തായാലും സംഭവം കിട്ടുക്കനാണ്, അടിപൊളിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്കും കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.